ഹായ്, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത 100 ദിവസങ്ങളും ഓരോ ദിവസം ഓരോ വീഡിയോകൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇത് പറയുമ്പോഴും ചില ദിവസങ്ങൾ പറ്റാറില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ നമുക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഹാർഡ് വർക്കിനെ കുറിച്ചാണ്. എന്താണ് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഹാർഡ് വർക്ക്, ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്ന ഒരു ടോപ്പിക് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, വളരെ എല്ലുമുറിയെ പണിയെടുക്കുന്ന ഒരാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന ഒരാൾ സംബന്ധിച്ചോളം രാത്രി ഉറക്കമൊഴിച്ച് രാവിലെ വരെ ഇരുന്ന് വായിക്കുന്ന ഒരാൾ, അയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയ സ്റ്റുഡൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഹാർഡ് വർക്കിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ട് ഒരു കാര്യം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർസിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് സത്യം പറഞ്ഞാൽ ഹാർഡ് വർക്ക് എന്ന് പറയാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സക്സസ് ഈസ് നോട്ട് എ മാജിക്. പെലെ പറഞ്ഞൊരു കോട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട് അതാണ്. സക്സസ് പറഞ്ഞാൽ വരുന്നതല്ല, നമ്മൾ നിരന്തരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല എന്താണ് ഈ ഹാർഡ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല 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 പാടത്ത് പോയിട്ട് നല്ല മഴയെടുത്തിട്ട് കാട് വെട്ടുന്നതാണോ, അല്ലെങ്കിൽ നല്ല കോടാലി എടുത്തിട്ട് മരം മുറിക്കുന്നതാണോ? എന്താണ് ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്താലാണ് നമുക്ക് ഇത് ഹാർഡ് വർക്ക് ആവുന്നതെന്നുള്ള വളരെ സിമ്പിളാണ്. ഹാർഡ് വർക്ക് എന്നത് ഒരു ഇന്റലിജൻസ് പേഴ്സണെ കുറിച്ച്, മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഇന്റലിജൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇന്റലിജൻസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, ഒരു ഹോമോസാപ്പിനെ സംബന്ധിച്ചോളം, ഇന്ന് ഈ സോഷ്യലായിട്ട് ജീവിക്കുന്ന സോഷ്യൽ അനിമൽ എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഹാർഡ് വർക്ക് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ല ഹാർഡ് വർക്ക്. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ഒരു കാര്യം വായിക്കുന്നതേക്കാൾ വളരെ സ്പെസിഫിക് ആയ ടൈം സ്പെൻഡ് ചെയ്യുകയും ആ സമയത്ത് നമ്മൾ കുറച്ച് മെന്റൽ സ്ട്രെസ് കൊടുത്തിട്ട് ഡെലിബറേറ്റ്ലി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ആ ഹാർഡ് വർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് പേ അതിന് കൂടുതൽ കിട്ടുക മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഒരുപാട് സമയം നമ്മളൊരു വിഷയത്തിൽ സ്പെൻഡ് ചെയ്യുന്നതും ഒരു വിഷയത്തിൽ കുറച്ചും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എപ്പോഴാണ് ഒരു ഹാർഡ് വർക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആവണം. നമ്മൾ കൺസിസ്റ്റന്റ് കുറച്ച് നമ്മളൊരു വീഡിയോ കൂടി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന് കിട്ടുന്ന പേ ഓഫ് ആണ് ഹാർഡ് വർക്കിന്റെ ഫലം. അപ്പൊ ഇന്ന് നമ്മൾ കാര്യം ചെയ്തു, അത് നാളെയും ചെയ്യാനുള്ള ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആ മോട്ടിവേഷൻ ഡ്രോപ്പ് ആവാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹാർഡ് വർക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ഒരു കാര്യം ചെയ്യുന്നത് ഹാർഡ് വർക്ക് അല്ലേ എന്ന് വെച്ചാൽ അതും ഹാർഡ് വർക്കാണ്. പക്ഷെ ആ ഹാർഡ് വർക്കിന്റെ പേ കുറവായിരിക്കും. കൺഫ്യൂസ്ഡ് ആയോ? ഒന്ന് റിവൈൻഡ് ചെയ്യാം. 2 ഹാർഡ് വർക്കുകളുണ്ട്. ഒന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഹാർഡ് വർക്കും, ഒന്ന് വളരെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വളരെ മെന്റലി സ്ട്രെസ് എടുത്തിട്ട് ഡെലിബറേറ്റ്ലി കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 2 ഹാർഡ് വർക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. നമുക്ക് കുറച്ചൊരു എപ്പോഴും മനുഷ്യനെ ഇങ്ങനെ എവല്യൂഷണറി സൈക്കോളജി പറയുന്ന ആളുകൾ പറയുന്നുണ്ട്, മനുഷ്യന് എന്തുകൊണ്ട് ഈ അച്ചീവ്മെന്റിനെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ, പണ്ട് കാട്ടിൽ ജയിച്ച മനുഷ്യൻ ഒരു വേട്ടക്കിറങ്ങി ഒരു ഇത് കിട്ടുമ്പോൾ, ഒരു ഇരയെ കിട്ടുമ്പോഴാണ് അവന് അച്ചീവ്മെന്റ് കിട്ടുന്നത്. ആ അച്ചീവ്മെന്റ് അവന് വലിയ ആഘോഷമാണ്. കാരണം ആ ആഘോഷം എന്നുള്ളത് അവന്റെ ഭക്ഷണമായിരുന്നു. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമായി. ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മാനെയോ ഒരു കാട്ടുപോത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ആഘോഷം, അച്ചീവ്മെന്റുമാണ്. അപ്പോഴത്തെ അച്ചീവ്മെന്റുകളെ നേടിയെടുക്കുക എന്നുള്ളത് മനുഷ്യന്റെ എവല്യൂഷണറി പരമായ ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അവന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കാണ്. എലോൺ മസ്ക് ഒക്കെ പറയുന്നുണ്ട്, എലോൺ മസ്ക് നിങ്ങൾ ആഴ്ചയിൽ 80 മുതൽ 100 മണിക്കൂർ വരെ വർക്ക് ചെയ്യണം. നമ്മൾ ആലോചിച്ച് ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തതായിരിക്കും.
അങ്ങനെ 6 ദിവസം നമ്മൾ 100 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഏകദേശം 20 മണിക്കൂറിനടുത്ത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഒരു 18 മണിക്കൂർ ദിവസം വർക്ക് ചെയ്യണം. അത് ഉറങ്ങുന്ന ഒഴികെ ബാക്കി എല്ലാ ദിവസവും നമ്മൾ പണിയെടുക്കണം എന്നൊക്കെയാണ് എലോൺ മസ്ക് പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസം നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 പ്രമുഖ ഇൻഡസ്ട്രിയലിസ്റ്റ് തമ്മിലുള്ള ഒരു വാക്തർക്കം ഉണ്ടാവും. നിങ്ങൾ എന്തിനെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലിരിക്കുന്നത്, നിങ്ങൾക്ക് ആ സമയം കൂടി വർക്ക് ചെയ്തുകൂടെ എന്നൊക്കെ. അതേ സമയത്ത് മറ്റേ ആൾ പറയുന്നത് എനിക്ക് ഭാര്യയെ കണ്ടിട്ട് വീട്ടിലിരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു തമാശ രൂപേണ അത് പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി കടന്നു പോയെങ്കിലും ചിലതൊക്കെ അതിൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യത്തെക്കുറിച്ച് വർക്ക് ചെയ്യുക, അതിലേക്ക് ആ അച്ചീവ്മെന്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ.